ഇന്ന് ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹാബാക്കളുടെ ബയ്യത്തിൻ്റെ സംഭവങ്ങൾ കേൾപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള അഹമ്മദികൾ അധികവും ഞങ്ങളുടെ സഹാബാക്കളുടെ സംഭവങ്ങൾ കേൾപ്പിക്കണമെന്ന് ആവശ്യം ഉണ്ടാകാറുണ്ട്. കാരണം അവരുടെ ഓരോ സംഭവത്തോടൊപ്പം ഞങ്ങൾക്ക് സഹാബാക്കളുടെ ആത്മാർത്ഥതയും കൂറും ത്യാഗങ്ങളും അഹമ്മദിക്ക് സ്വീകരിച്ചതിനു ശേഷം പ്രയാസമേറിയ അവസ്ഥകളിലൂടെയുള്ള ജീവിതത്തെക്കുറിച്ചും അറിവ് ലഭിക്കുന്നു. അതോടൊപ്പം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സദസ്സിലെ സഹവാസവും ലഭിക്കുന്നു. ഏത് വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഏത് സംഭവമാണെങ്കിലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഉന്നതമായ വശങ്ങൾ മുന്നിൽ വരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സദസ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ മുന്നിൽ ഈ സഹാബാക്കളും ഈ കാലഘട്ടത്തിൽ മാതൃകയാണ്. കാരണം അവർ ആഖരിന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം എന്നതിൻ്റെ നേരിട്ടുള്ളതും യഥാർത്ഥവുമായ സാക്ഷ്യപത്രമാണ്. നമുക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ആത്മീയ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കുന്നതിനുള്ള മാർഗത്തിൽ സ്വയം മാതൃക നിലനാട്ടി നമ്മുടെ മാർഗദർശനം എളുപ്പമാക്കി തന്നു. അതിനാൽ ഈ സംഭവങ്ങൾ ആ മഹത്തുക്കളുടെ കുടുംബങ്ങൾക്കു വേണ്ടിയും പ്രാധാന്യമർഹിക്കുന്നതും അനുകരണ യോഗ്യവുമാണ്. മാത്രമല്ല കടന്നുവരുന്ന ഓരോ അഹമ്മദിയുടെയും വിശ്വാസത്തിൽ പുരോഗതിയും ധൈര്യവും നിലനാട്ടുന്നു. അതിനാൽ നവ അഹമ്മദികളും പ്രത്യേകിച്ച് ഇത് ആവശ്യപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം നമുക്ക് മനസ്സിലാകുകയും അത് നമ്മുടെ വിശ്വാസത്തിൽ ഉണർവ് നൽകുകയും ചെയ്യുന്നു. ഹദ്റത്ത് നിസാമുദ്ദീൻ സാഹിബിൻ്റെ റിവായത്താണ് ആദ്യത്തേത്. മുൻപും ഒരിക്കൽ മറ്റു രീതിയിൽ ഇതിനെ പരാമർശിച്ചിട്ടുണ്ട്. പറയുന്നു, ഞങ്ങൾ അഹ്ലെ ഹദീസ്, അതിൻ്റെ വിശദീകരണമാണ്, ഞങ്ങൾ അഹ്ലെ ഹദീസ് സ്വയം ഞങ്ങളെ മുത്തഖിയും എല്ലാ നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും കളവിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവരുമായി ഗണിക്കുന്നു. മാർച്ച് മാസത്തിലെ ഒരു ദിവസം
1902 സംഭവമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് അഹ്ലെ ഹദീസുകൾ ജഹലമിൽ നിന്ന് അഞ്ജുമൻ ഹിമായത്തെ ഇസ്ലാം ലാഹോറിന്റെ ജലസ ശ്രവിക്കുന്നതിനായി ലാഹോറിലേക്ക് പുറപ്പെട്ടു. ഇത് എല്ലാ വർഷവും ഉണ്ടാകുമായിരുന്നു. ലാഹോറിലെത്തി ജലസാഗാഹയിലേക്ക് പോകുകയായിരുന്ന ഞങ്ങൾ പന്തലിന് പുറത്ത് മതിലിനോട് ചേർന്ന് ഒരു മൗലവി സാഹിബ് എന്തോ പറയുന്നതായി കേട്ടു. ഒരു കൈയിൽ വിശുദ്ധ ഖുർആനായിരുന്നു, മറ്റേ കൈകൊണ്ട് ചെറിയ ചെറിയ വിജ്ഞാപനങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു. മിർസ കുഷ്ഠരോഗിയായിരിക്കുന്നു, കാരണം നബിമാരെ അപമാനിക്കുകയും സ്വയം ഈസ എന്ന് പറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഇക്കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു. പറയുന്നു, ഇത് കേട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഒരു വ്യക്തി അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് കയ്യിൽ വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് കളവ് പറയുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പറയുന്നു, ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞാൻ ആ വിജ്ഞാപനം വാങ്ങി വായിക്കാൻ തുടങ്ങി. അതിലും നഔദുബില്ല, മിർസ കുഷ്ഠരോഗിയായിരിക്കുന്നു, നബിമാരെ അപമാനിക്കുന്നു മുതലായ വിഷയങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ സഹയാത്രികരോട് പറഞ്ഞു, ഖാദിയാനിലേക്ക് പോകാം. അള്ളാഹു ഇവരെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരണമായിരുന്നു, ബയ്യത്തിനുള്ള അവസരം നൽകണമായിരുന്നു. വിളംബരപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ മൗലവി ഇവരുടെ ഖാദിയാൻ യാത്രക്കുള്ള നിമിത്തമായി. ഖാദിയാനിലെത്തി മിർസ സാഹിബിന്റെ അവസ്ഥ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് ദിവസവും നമ്മോട് സംസാരിക്കുന്ന നാട്ടിലെ മിർസായികളോട് പറയാം. അതുപോലെ 14-ാം നൂറ്റാണ്ടിലെ നിങ്ങളുടെ പണ്ഡിതന്മാർ കള പറയുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക്, അതായത് അഹമ്മദികൾ അങ്ങനെ പറയാറുണ്ട്, മറുപടി പറയാം. നമ്മൾ പറയുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതായിരിക്കും. അങ്ങനെ അഹമ്മദികളെ നല്ലപോലെ നമുക്ക് വ്യാജപ്പെടുത്താം. പറയുന്നു, എന്റെ സഹയാത്രികർ ആദ്യം നിഷേധിച്ചെങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോൾ സമ്മതിച്ചു. ഞങ്ങൾ 3 പേരും ലാഹോറിൽ നിന്ന് ബട്ടാലിയനിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് വൈകുന്നേരം അസർ കഴിഞ്ഞ് ഖാദിയാനിലെത്തി. അദീൻ മന്ദിരത്തിൽ ചെന്നു. മഗ്‌രിബിന്റെ സമയം അടുത്തിരുന്നു. മിർസ സാഹിബ് നമസ്കരിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്നൊരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിനടുത്ത് നിന്ന് അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ചോദിച്ച അതേ വ്യക്തി തന്നെ എന്നോടൊപ്പം വന്ന് ഹുസൂർ നമസ്കരിക്കാറുണ്ടായിരുന്ന സ്ഥലം കാണിച്ചു തന്നു. സമയം അടുത്തിരുന്നതിനാൽ ഞാൻ അവിടെ തന്നെ ഇരുന്നു. അവിടെ ഹുസൂർ എന്റെ അടുക്കൽ വലതുഭാഗത്തായി വന്നു നിൽക്കണമായിരുന്നു. മറ്റ് എന്റെ 2 സുഹൃത്തുക്കളും എന്റെ ഇടതുഭാഗത്തായി ഇരുന്നു. ഈ പള്ളി ഹുസൂറിന്റെ വീടിനോട് ചേർന്നതായിരുന്നു. അതിനെ മസ്ജിദ് മുബാറക് എന്നാണ് പറയപ്പെടുന്നത്. അക്കാലത്ത് അത് വളരെ ചെറുതായിരുന്നു. നീളത്തിൽ 6 or 7 സഫിൽ നിൽക്കാൻ സാധിക്കുമായിരുന്നു. ഒരു സഫിൽ 6-ൽ കൂടുതൽ പേർക്ക് നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അതായത് 35-40 പേർക്കുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. പറയുന്നു, അല്പനേരത്തിന് ശേഷം മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഹദ്രത്ത് അഖ്ദസ് വന്നു. വാതിൽ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. ഹുസൂർ അതിലൂടെ വന്ന് എന്റെ അടുത്ത് നിന്നു. മൗലവി അബ്ദുൽ കരീം സാഹിബ് മർഹൂം മുന്നിൽ നിന്നു. മുഅസ്സൻ തക്ബീർ ആരംഭിച്ചു. തക്ബീർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഹുസൂറിന്റെ കാൽപാദം മുതൽ തല വരെയുള്ള എല്ലാ അവയവങ്ങളെയും നോക്കി. തലമുടിയിലും രോമങ്ങളിലും എന്റെ ദൃഷ്ടി പതിച്ചപ്പോൾ എന്റെ ഹൃദയാവസ്ഥ തന്നെ പരിവർത്തനമുണ്ടായി. ഞാൻ മനസ്സിൽ പറഞ്ഞു, അള്ളാഹുവേ, ഈ രൂപത്തിലും ആകാരത്തിലുമുള്ള വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മുടികൾ സ്വർണത്തിന്റെ നൂലുകളായിരുന്നു. പരിപൂർണ ലജ്ജയുടെ മാതൃക പ്രദർശിപ്പിക്കുന്ന പാതിയടഞ്ഞ കണ്ണുകൾ. കൈയിന്റെയും കാലിന്റെയും സൗന്ദര്യം ഹൃദയത്തെ ആകർഷിക്കുന്നതായിരുന്നു. അള്ളാഹുവെ, ഞങ്ങളുടെ മൗലവി കള്ളനെന്നും നബിമാരെ അപമാനിക്കുന്ന വ്യക്തിയെന്നും പറയുന്ന ആൾ ഇത് തന്നെയാണോ എന്ന ചിന്തയിൽ നിമഗ്നനായ സമയത്ത് ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുകയും നമസ്കാരം ആരംഭിക്കുകയും ചെയ്തു. നമസ്കാരത്തിലായിരുന്നെങ്കിലും സലാം വീട്ടുന്നതുവരെ ഞാൻ അത്ഭുത പരതന്ത്രനായിരുന്നു. അള്ളാഹുവെ, താടി വളർത്തിയ ശരിയായ നിലയിൽ മീശ വടിച്ച ഞങ്ങളുടെ മൗലവി വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, വളരെ അപഹാസ്യമായ വാക്കുകളിൽ ഹുസൂറിന്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നു, മിർസ നഊദുബില്ല കുഷ്ഠരോഗിയായിരിക്കുന്നു. ഈ ചിന്ത എന്റെ മനസ്സിൽ സംശയത്തിന്റെ മറ്റു നദി തന്നെ ഒഴുക്കി. ചിലപ്പോൾ മനസ്സ് പറയുന്നു, ഖുർആൻ എടുത്ത് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നയാൾ കളവ് പറയുമോ?
അവരുടെ മൗലവി എന്തെല്ലാം പറയുമെന്ന ധാരണയില്ലായിരുന്നു. ഒരുപക്ഷെ നമസ്കാരത്തിനായി നിൽക്കുന്ന ഈ വ്യക്തി മീർസയല്ല, മറ്റാരെങ്കിലും ആയിരിക്കാം. നവാഗതകരെ വഞ്ചിക്കുവാനായി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ഹുസൂറിന്റെ പ്രകാശിക്കുന്ന മുഖം മുന്നിൽ വരുമ്പോൾ മനസ്സ് പറയുന്നു, സത്യം ചെയ്തു പറയുന്ന ആൾ ശത്രുത കാരണത്താൽ കളവ് പറയുന്നതായിരിക്കാം. ജനങ്ങൾ അത് കേട്ടുകൊണ്ട് കാദ്യാനിലേക്ക് പോകാതിരിക്കുവാനായി. അങ്ങനെ നമസ്കാരം മുഴുവനായി. ഹുസൂർ ഇരിപ്പിടത്തിലിരുന്നു. മുഫ്തി സാഹിബ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക എന്നാദ്യം പറഞ്ഞു. മുഫ്തി സാഹിബ് മുന്നോട്ട് വന്നപ്പോൾ ഹുസൂർ പറഞ്ഞു, മൗലവി സാഹിബ് എവിടെ? അപ്പോൾ മൗലവി സാഹിബ് ഖലീഫത്തുൽ മസീഹ് അവൽ മൗലവി നൂറുദ്ദീൻ സാഹിബ് ഏറ്റവും പിന്നിലെ സഫിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതായി ഞാൻ കണ്ടു. ഹുസൂർ പ്ലേഗിനെ സംബന്ധിച്ച് വിവരിക്കാൻ തുടങ്ങി. പറഞ്ഞു, ഞങ്ങൾ മുമ്പേ തന്നെ ജനങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ മലക്കുകളെ പഞ്ചാബിൽ കറുത്ത നിറത്തിലുള്ള ചെടി നടന്നതായി കണ്ടിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് പ്ലേഗിന്റെ മരമാണെന്ന് അവർ മറുപടി പറഞ്ഞു. ഇത് അടുത്ത കാലാവസ്ഥയിൽ പഞ്ചാബിൽ വെളിപ്പെടുന്നതുമാണ്. എന്നാൽ ജനങ്ങൾ അതിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, പ്ലേഗ് എപ്പോഴും സമുദ്ര തീരങ്ങൾ വരെ എത്തിയിട്ടുള്ളൂ, രാജ്യത്തിനുള്ളിൽ ഒരിക്കലും വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ നോക്കുക, പഞ്ചാബിന്റെ ചില പട്ടണങ്ങളിൽ അത് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇഷ വരെ ഹുസൂർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇഷ നമസ്കാരം അനുഷ്ഠിച്ചതിന് ശേഷം ഹുസൂർ അകത്തേക്ക് പോയി. ഞങ്ങളും തിരിച്ച് വന്ന് കിടന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്താണിത്? നമ്മുടെ മൗലവിമാർ ഖുർആൻ കയ്യിലെടുത്ത് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ സംഗതി നേരെ വിരുദ്ധമാണ്. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ മൗലവി നൂറുദ്ദീൻ സാഹിബ് സത്യം പറയും, ഇങ്ങനെയുള്ള ഈ മിർസ സാഹിബിനെയാണോ യഥാർത്ഥ മിർസ സാഹിബ്, അതോ മറ്റാരെങ്കിലുമാണോ എന്ന് അദ്ദേഹം ചോദിക്കാം എന്ന് കരുതി. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ ഒരു മൗലവി സാഹിബ് ആക്ഷേപം പറഞ്ഞു. മുമ്പുള്ള എല്ലാ നബിമാരും വലിയമാരും ദിവസങ്ങളോളം പട്ടിണി കിടന്ന ശേഷം തികച്ചും ലളിതമായ ഭക്ഷണങ്ങൾ മാത്രമാണ് കഴിക്കാറുണ്ടായിരുന്നത്. എന്നാൽ മിർസ സാഹിബ് നെയ്ച്ചോറും മധുരച്ചോറും കഴിക്കാറുണ്ടെന്ന് കേട്ടു. ഖലീഫ അവൽ അവരോട് മറുപടിയായി പറഞ്ഞു, മൗലവി സാഹിബ്, ഞാൻ വിശുദ്ധ ഖുർആനിൽ നെയ്ച്ചോറും മധുരച്ചോറും ഹലാലാണെന്നാണ് തന്നെയാണ് പാരായണം ചെയ്തിട്ടുള്ളത്. ഹറാമാണെന്ന് താങ്കൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരിക. കുറച്ചു നേരത്തേക്ക് ആ മൗലവി നിശബ്ദനായപ്പോൾ ഞാൻ ആ വിജ്ഞാപനം പോക്കറ്റിൽ നിന്നെടുത്ത് മൗലവി സാഹിബിന്റെ മുന്നിൽ വെച്ചു. ഞങ്ങളുടെ മൗലവി ഖുർആൻ കയ്യിലെടുത്ത് സത്യം ചെയ്തുകൊണ്ടാണ് നഊദുബില്ല മിർസ കുഷ്ഠരോഗിയായിരിക്കുന്നുവെന്ന് പറയുന്നു. ഞങ്ങളോട് മിർസ സാഹിബാണെന്ന് പറയപ്പെട്ട വ്യക്തി ആരോഗ്യവാനാണ്. ഞങ്ങൾ നമസ്കാരത്തിൽ കണ്ട വ്യക്തി തന്നെയാണോ മിർസ സാഹിബ്, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണോ എന്ന് താങ്കൾ തന്നെ പറഞ്ഞു തരിക. അപ്പോൾ ഖലീഫ അവൽ ഉടൻ തന്നെ പോക്കറ്റിൽ കൈയിട്ട് അതേ വിജ്ഞാപനം പുറത്തെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, നോക്കുക, നിങ്ങളുടെ മൗലവിമാർ ഞങ്ങൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇത് മീർജയാകുന്നു, അത് നിങ്ങളുടെ മൗലവിയാകുന്നു. അവർ ഖുർആൻ കയ്യിലെടുത്ത് കളവ് പറയുന്നു. ആരെ വേണമെങ്കിലും നിങ്ങൾ സത്യവാനായി മനസ്സിലാക്കുക. പിന്നീട് എന്താണ് സംഭവിച്ചത്? എന്റെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഞാൻ മനസ്സിൽ പറഞ്ഞു, നിർഭാഗ്യവാനെ, ഇനിയും ബൈറ്റ് ചെയ്യുന്നില്ലേ? ഈ മൗലവിമാർ കാലഘട്ടത്തിന് യഥാർത്ഥ ദജ്ജാലാകുന്നു. ഞങ്ങൾ മൂന്നുപേരും ലുഹറിന്റെ സമയത്ത് ഹുസൂറിന്റെ സമക്ഷത്തിൽ ഞങ്ങളുടെ ബൈത്ത് സ്വീകരിക്കുക എന്നപേക്ഷിച്ചു. ഹുസൂർ പറഞ്ഞു, ധൃതി കാണിക്കേണ്ട, കുറച്ചു ദിവസം തങ്ങുക. മൗലവിമാർ വീണ്ടും നിങ്ങളെ ശപിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പാപികളായിത്തീരും. ഞാൻ കരഞ്ഞു കരഞ്ഞു പറഞ്ഞു, ഹുസൂർ, ഞാൻ ഒരിക്കലും വഞ്ചിക്കപ്പെടുന്നതല്ല. അങ്ങനെ 2-ാം ദിവസം ഞങ്ങൾ മൂന്നുപേരും ബയ്യത്ത് ചെയ്തു. പിന്നീട് വീട്ടിലേക്ക് മടങ്ങി. ഹദ്റത്ത് മിയാൻ അബ്ദുൽ അസീസ് സാഹിബ് നിവേദനം ചെയ്യുന്നു, 1891 ഹൽക്ക സേഖ്വാനിലേക്ക് എന്റെ മാറ്റമുണ്ടായപ്പോൾ മിയാൻ ജമാലുദ്ദീൻ സാഹിബ്, മിയാ ഇമാമുദ്ദീൻ സാഹിബ്, മിയാൻ ഖൈറുദ്ദീൻ സാഹിബ് എന്നിവരുമായി എനിക്ക് പരിചയമുണ്ടായിരുന്നു. അവർ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മസീഹും മഹ്ദിയുമാണെന്ന വാക്ക് സംബന്ധിച്ച് പരാമർശിച്ചു. ഹുസൂറിനെ സംബന്ധിച്ച് എന്റെ ഹൃദയത്തിൽ വിദ്വേഷമോ ശത്രുതയോ ഇല്ലായിരുന്നതിനാൽ അവർ പറഞ്ഞിട്ട് ഞാൻ എതിർത്തില്ല. മൗലവിമാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മാത്രം ചിന്തിച്ചു. അതിന് കാരണം വിനീതിന്റെ പൂർവികന്മാർ ദീനുമായി ബന്ധപ്പെട്ടവരായിരുന്നതിനാൽ അധികവും മൗലവിമാരെ ഇഷ്ടപ്പെട്ടിരുന്നു. വിനീതൻ മൗലവിമാരെ അനുസരിക്കുന്നതിനുള്ള കാരണവും ഇത് തന്നെയായിരുന്നു. അവർ എനിക്ക് ഇസാലെ ഔഹാം എന്ന ഗ്രന്ഥം, ഇമാമുദ്ദീൻ തുടങ്ങിയവർ അത് ആ ഗ്രന്ഥം എനിക്ക് വായിക്കുന്നതിനായി തന്നപ്പോൾ ഗ്രന്ഥം വായിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ദുആ ചെയ്തു, അള്ളാഹുവേ, ഞാൻ അജ്ഞനും അറിവില്ലാത്തവനുമാണ്. നിന്റെ അറിവിൽ എന്താണോ സത്യം അത് എന്നിൽ നിലനാട്ടുക. ഈ ദുആ ചെയ്ത് വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെട്ടു. ഞാൻ ഇസാലെ ഔഹാം വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ഹൃദയത്തിന് സംതൃപ്തിയും സമാധാനവും ഉണ്ടാകാൻ തുടങ്ങി. ഹുസൂറിന്റെ സത്യസാക്ഷ്യത്തിൽ യാതൊരു സംശയമോ ശങ്കയോ ശേഷിച്ചില്ല. വിശ്വാസവും അധികമായി ദൃഢപ്പെട്ടുകൊണ്ടിരുന്നു.
പിന്നീട് ഞാൻ മിയാൻ ഖൈറുദ്ദീൻ സാഹിബിനോടൊപ്പം ആദ്യമായി കാദ്യാനിൽ വന്ന് ഹുസൂറിനെ സന്ദർശിച്ചപ്പോൾ ഈ വചനം കളവ് പറയുന്നവന്റെയും ചതിയന്റെയുമല്ലെന്ന് എന്റെ ഹൃദയം സാക്ഷ്യം പറഞ്ഞു. അന്നേരം ഞാൻ മിയാൻ ഖൈറുദ്ദീൻ സാഹിബിനോട് പറഞ്ഞു, ഒന്നാമതായി ഞാൻ ഹുസൂറിനെ സംബന്ധിച്ച് ധിക്കാരപരമായോ അപമര്യാദപരമായോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അഥവാ എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തൗബ ചെയ്യുന്നു. ഇത് കളവ് പറയുന്ന വ്യക്തിയുടെ മുഖമല്ല, ഇത് അദ്ദേഹത്തിന്റെ ഭയത്തിനുള്ള നിമിത്തമായി. ഈ നല്ല നിയ്യത്താണ് യഥാർത്ഥ വസ്തുത. അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കുകയാണെങ്കിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും വീണ്ടും ഇക്കാര്യത്തെ സംബന്ധിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്റെ ഗ്രന്ഥം നല്ല നിയ്യത്തോടു കൂടി വായിക്കുക. ഈ മൗലവിമാരും വായിക്കാറുണ്ട്, എന്നാൽ ആക്ഷേപത്തിനു വേണ്ടി മാത്രം. അവരുടെ മനസ്സിൽ മോശമായ ചിന്തകളില്ലാതെ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. പരിശുദ്ധർക്ക് മാത്രമേ മനസ്സിലാകൂ എന്ന് വിശുദ്ധ ഖുർആൻ വിളംബരപ്പെടുത്തുമ്പോൾ മറ്റു ഗ്രന്ഥങ്ങളുടെ എന്ത് അവസ്ഥയാണ് ശേഷിക്കുക? ഏതായാലും 100 വർഷം മുമ്പുള്ള മൗലവിമാരുടെ അവസ്ഥയാണിത്, അല്ലെങ്കിൽ 150 വർഷം മുമ്പുള്ള, അല്ലെങ്കിൽ എന്നെന്നുമുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഹദ്റത്ത് ഡോക്ടർ മുഹമ്മദ് അബ്ദുള്ള സാബ് പറയുന്നു, ഞാൻ ഏകദേശം 18-19 വയസ്സുള്ളപ്പോൾ 1903 ഡിസംബറിൽ സ്വപ്നത്തിൽ ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശിച്ചു. അതിനു മുമ്പ് ഞാൻ ഒരിക്കലും ഹുസൂറിനെ കണ്ടിരുന്നില്ല. ഹുസൂർ ചോദിച്ചു, നീ ആരുടെ ശിഷ്യനാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ജനാബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനാകുന്നു. അതിനുശേഷം എനിക്ക് ആയിനെ കമാലാത്തെ ഇസ്ലാം, തരിയാഖുൽ ഖുലൂബ് എന്നീ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ലഭിച്ചു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സ് അഹമ്മദിയ പ്രസ്ഥാനത്തിലേക്ക് ചാഞ്ഞു. 1906 ഞാൻ ഇസ്തിഖാറ ചെയ്തു. ജില്ല ലായൽപൂരിലെ ഗോദ്രയിൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. സുബൈ നമസ്കാര ശേഷം എനിക്ക് ദർശനമായി ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ചവിട്ടുപടികൾ കാണിക്കപ്പെട്ടു. ഓരോ ചവിട്ടുപടികളിലും ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അവസാന ചവിട്ടുപടിയിൽ ചുവന്ന നിലത്ത് വെളുത്ത അക്ഷരത്തിൽ ഒരു ബോർഡ് കണ്ടു. അതിൽ മിർസ ഗുലാം അഹമ്മദ് കാദിയാനി മസീഹ് മൗഊദ് മെഹദി മൗഊദ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു. പറയുന്നു, 1907 സെപ്റ്റംബർ ജില്ലാ സിയാൽകോട്ടിലെ റായയിൽ ഭാര്യ പിതാവിനെ കാണാൻ വന്നു. അവിടെ ഭാര്യ പിതാവ് തഹസീൽ ഗുമസ്തനായിരുന്നു. ഡോക്ടർ അബ്ദുൽ സത്താർ ഷാ സാഹിബ് മർഹൂം ഇൻചാർജ് ഹോസ്പിറ്റൽ റായയുമായി ഞാൻ കണ്ടുമുട്ടി. അദ്ദേഹത്തോടൊപ്പം ഞാൻ കാദിയാനിൽ വന്നു. ളുഹർ നമസ്കാര സമയത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശിച്ചു. 1903 സ്വപ്നത്തിൽ ഞാൻ കണ്ട ഹുസൂറിന്റെ അതേ രൂപം തന്നെയായിരുന്നു ഇത്. വസ്ത്രവും അങ്ങനെ തന്നെയായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ബയ്യത്തിനുള്ള നിദാനമായി. ഹദ്റത്ത് മലക് ഉമർ ഖത്താബ് സാഹിബ് സത്ന ഫിഷാർ നിവേദനം ചെയ്യുന്നു, വിനീതൻ പ്രായപൂർത്തിയായപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൈവനിയോഗിതനാണെന്ന വാദം കേൾക്കാനിടയായി. എത്രയും പെട്ടെന്ന് സമക്ഷത്തിൽ ഹാജരായി ബയ്യത്ത് ചെയ്യാനുള്ള ആവേശം ജനിച്ചു. 1905 അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹൃദയാഭിലാഷമനുസരിച്ച് കാദിയാനിലെത്തി. അവിടെ കണ്ടത് ഒരു ചെറിയ ഗ്രാമം, മണ്ണുകൊണ്ടുള്ള മതിലോട് കൂടിയ അതിഥി മന്ദിരം, ഏതാനും വിദ്യാർത്ഥികളുടെ ഒരു ദർസ്. മൗലവി ഹദ്റത്ത് ഹക്കീം നൂറുദ്ദീൻ സാബ് ആസം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയായിരുന്നു. കാദിയാന്റെ രൂപമാണ് വിവരിക്കുന്നത്. ചെറിയ ഒരു ഗ്രാമം, മണ്ണിന്റെ മതിലുകളാൽ ഉണ്ടാക്കിയിട്ടുള്ള അതിഥി മന്ദിരം, കുറച്ച് വിദ്യാർത്ഥികൾ. ഇത്തരത്തിലുള്ള വാദവും ഈ ഗ്രാമവും ആശ്ചര്യപ്പെടുക സ്വാഭാവികം. പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്ര വലിയ ഒരു വാദം പുറപ്പെടുവിക്കുക, എന്നാൽ ഗ്രാമത്തിന്റെ അവസ്ഥ ഇത്തരത്തിലുള്ളതും. ഇത് അത്ഭുതപ്പെടേണ്ടതായിരുന്നു. കാരണം വിശ്വാസം വരുന്നില്ലായിരുന്നു. എന്നാൽ പറയുന്നു, ഇങ്ങനെയൊക്കെ ആയിട്ടും ഹൃദയം സത്യത്തെ സാക്ഷ്യപ്പെടുത്തി. ഈ അവസ്ഥകളെല്ലാം കണ്ടിട്ടും ഈ വാദം തികച്ചും സത്യമാണെന്ന ദൃഢവിശ്വാസം ലഭിച്ചു. പറയുന്നു, ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് സ്വദേശിയായ മൗലവി സാഹിബിനെ കാണാതെ തന്നെ, അതായത് ഖലീഫത്തുൽ മസീഹ് അവ്വലിനെ, ഒരു അഭ്യർത്ഥന അകത്തേക്ക് ഹുസൂറിന്റെ സമക്ഷത്തിലേക്ക് അയച്ചു. അതിൽ പ്രകാരം അഭ്യർത്ഥിച്ചു,
ഹുസൂർ പുറത്തേക്ക് വരിക, ബയ്യത്ത് ചെയ്യണം. അതിലെഴുതിയത് ഹുസൂർ പുറത്തേക്ക് വന്നാലും ബയ്യത്ത് ചെയ്യണം എന്നാണ്. ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുമാണ്. ഹുസൂർ മറുപടി എഴുതി നൽകി, ഭസ്മ തേച്ചിരിക്കുകയാണ്, ഇപ്പോൾ 1 മണിക്ക് ബാങ്ക് കൊടുക്കും, മസ്ജിദ് മുബാറക്കിൽ വരുന്നതാണ്. അന്നേരം 2 സിഖുകാർ അതിഥി മന്ദിരത്തിലേക്ക് ഓടി വന്നു. അവിടെ വിനീതനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു, മുടിവെട്ടുകാരനെ ഉടൻ വിളിക്കുക, കുടുംബം മുറിക്കണം, അതായത് സ്വന്തം മുടി മുറിച്ച് ബയ്യത്ത് ചെയ്യണം. വിനീതൻ അപരിചിതനാണെന്ന് അറിയിച്ചു. മുടിവെട്ടുകാരനെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ വരവിന്റെ അറിയിപ്പും ഞാൻ വിനീതൻ ഹുസൂറിനെ എഴുതി അറിയിച്ചു. ഹുസൂർ ഇതിനും മുൻ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് നൽകിയത്. വിനീതൻ അവരുടെ പരിഭ്രമത്തെക്കുറിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ 2 സഹോദരന്മാരും കാദ്യാന് സമീപത്ത് താമസിക്കുന്നവരാണ്. ഛാവ്നി മിയാൻ മീറിലെ സൈന്യത്തിലാണ് ജോലി. പിതാവ് രോഗിയായപ്പോൾ വീട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ വിഷമം വളരെ കൂടുതലായിരുന്നു. സിഖ് സമുദായത്തിലെ ഒരു മാന്യൻ ഞങ്ങളുടെ പിതാവിനോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുക നിങ്ങൾ മരിക്കുന്നതിനായി. ഞങ്ങളുടെ പിതാവ് അങ്ങനെ തന്നെ ചെയ്തു, മരിക്കുകയും ചെയ്തു. അവസാന സമയത്തിന് മുമ്പേ ഈ കലിമ ചൊല്ലേണ്ടതാണ് എന്ന് ആ സംഭവം ഞങ്ങളെ മനസ്സിലാക്കി തന്നു. നിരസവാദം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2ാമത്തെ ദിവസം സ്ത്രീകളെ കാണാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ അവർ ഒച്ചവെച്ചു. സിഖ് സമുദായം ഒരുമിച്ച് കൂടി. ഞങ്ങൾ കാദ്യാനിലേക്ക് ഓടി. അവർ കുന്തവും വടിയുമായി ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട്, പെട്ടെന്ന് വേണം പറയുന്നു. അപ്പോൾ ബാങ്ക് കൊടുത്തു. വിനീതൻ അവരുമായി മസ്ജിദ് മുബാറക്കിലെത്തി. ചെറിയ പള്ളി നിറഞ്ഞിരുന്നു. ഈ സിഖുകാരെ സംബന്ധിച്ച് അവർ 2 സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നു. അവർ ആരായിരുന്നു, അഹമ്മദികളായോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ഞാൻ പറഞ്ഞിരുന്നു. ഏതായാലും അദ്ദേഹം തന്റെ സംഭവത്തിൽ അതിനെക്കുറിച്ച് എഴുതുകയുണ്ടായി. പറയുന്നു, പള്ളിയിലെത്തിയപ്പോൾ എവിടെയും സ്ഥലമുണ്ടായിരുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചെരുപ്പുകൾക്കിടയിൽ നിന്നു. ആരെയും പരിചയമുണ്ടായിരുന്നില്ല. അന്നേരം ഹദ്രത്ത് സാഹിബ് മിഹ്റാബിലുള്ള വാതിൽ തുറന്നു. ജനങ്ങൾ എഴുന്നേറ്റ് നിന്നു. വിനീതൻ ആളുകളുടെ കാലിനിടയിലൂടെ കടന്നു ചെന്ന് ഹുസൂറിന്റെ മുന്നിൽ ചെന്ന് നിന്നു. ഹുസൂർ ഇരുന്നു. വിനീതൻ ഹുസൂറിന്റെ മുന്നിലിരുന്നു. ഹുസൂർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? പറഞ്ഞു, ബയ്യത്തിനായി വന്നതാണ്. അപേക്ഷ വിനീതൻ അയച്ചിരുന്നു. വിനീതന് മുമ്പായി ഇരുന്നവരോടായി മൗലവി സാഹിബ് ബയ്യത്തിന് ചെയ്യാനായി പറഞ്ഞപ്പോൾ ഹുസൂർ വിനീതന്റെ കൈ പിടിച്ച് സ്വന്തം കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ മേൽ കൈവെക്കുക. അങ്ങനെ ഹുസൂറിന്റെ കൽപ്പനയനുസരിച്ച് എല്ലാവരും വിനീതിന്റെ ചുമലിൽ കൈവച്ചു ബയ്യത്ത് ചെയ്തു. ഹുസൂർ ദുആ ചെയ്തു, പിന്നീട് നമസ്കരിച്ചു. ഹദരത്ത് റഹ്മത്തുള്ളാഹി സാഹിബ് അഹമ്മദി പെൻഷനർ റിവായത്ത് ചെയ്യുന്നു, ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചു മാസം ലുധിയാനയിൽ തങ്ങി. എനിക്കന്ന് ഏകദേശം 17-18 വയസ്സായിരുന്നു. വിദ്യാർത്ഥിയായിരുന്നു. ഹുസൂറിന്റെ സമക്ഷത്തിൽ ഹാജരായപ്പോൾ ഹുസൂറിന്റെ മുഖത്ത് നിന്ന് ബഹിർഗമിക്കുന്ന പ്രകാശം എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞു. തൽഫലമായി ഇത് കള്ളവാദിയുടെ മുഖമല്ല എന്ന് എന്റെ ഹൃദയം എന്നെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ചുറ്റുപാടുമുള്ള മൗലവിമാർ എന്നെ സംശയത്തിലാഴ്ത്തി. ആ അവസരത്തിൽ ഹുസൂറിന്റെ മുബാഹല മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലയുമായി ലുധിയാനയിൽ വെച്ച് നടന്നു. ഞാനതിൽ ഉൾപ്പെട്ടിരുന്നു. അതിനുശേഷം എന്റെ നേർമാർഗത്തിനായി അള്ളാഹു ഇസാലെ ഔഹാമിന്റെ 2 ഭാഗങ്ങളും അയച്ചു. അത് പരിപൂർണമായും പ്രകാശത്താലും മാർഗദർശനങ്ങളാലും നിറഞ്ഞതായിരുന്നു. അധികവും ഞാൻ മുഴുരാത്രിയും ഉറങ്ങിട്ട് പോലുമില്ലെന്ന് അള്ളാഹുവിനറിയാം. അഥവാ ഗ്രന്ഥത്തിൽ തലവെച്ച് അല്പം മയങ്ങിയാൽ മയങ്ങി, അത്ര തന്നെ. അല്ലെങ്കിൽ ഗ്രന്ഥം വായിച്ചുകൊണ്ടേയിരുന്നു, കരഞ്ഞുകൊണ്ടേയിരുന്നു, അള്ളാഹുവേ ഇതെന്താണ്? മൗലവിമാർ വിശുദ്ധ ഖുർആനെ എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നു? തഖ്വയുണ്ടെങ്കിൽ മനുഷ്യൻ ഗ്രന്ഥം ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് വായിക്കുക. പറയുന്നു, എന്റെ ഹൃദയത്തിൽ പ്രേമാഗ്നി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അള്ളാഹുവിനറിയാം. ഞാൻ മൗലവി റഷീദ് അഹമ്മദ് സാബ് ഗംഗോഹിക്ക് എഴുതി, ഹദരത്ത് മിർസ സാഹിബ് ഈസാ അലൈഹി ഇസ്ലാമിന്റെ മരണം 30 ആയത്തുകൾ കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. താങ്കൾ ദയവ് ചെയ്ത് ജീവിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആയത്തുകളും ഹദീസുകളും എഴുതിയാലും. അതോടൊപ്പം ഹദരത്ത് മിർസ സാഹിബ് എഴുതുന്ന 30 ആയത്തുകളെയും നിഷേധിച്ചുകൊണ്ട് എനിക്ക് അയച്ചു തരിക. ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. മറുപടി വന്നു, താങ്കൾ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജീവിത മരണത്തെ സംബന്ധിച്ച് മിർസ സാഹിബുമായോ ശിഷ്യന്മാരുമായി ചർച്ച ചെയ്യരുത്. കാരണം അധിക ആയത്തുകളിലും വഫാത്ത് കാണാവുന്നതാണ്. ഇത് ഭിന്നാഭിപ്രായമുള്ള കാര്യമാണ്.
മീർദ സാഹിബ് എങ്ങനെയാണ് മസീഹി മൗദായത് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഈസാ അലൈഹി സ്വലാം മരിച്ചോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് തർക്കിക്കരുത്. മീർദ സാഹിബ് എങ്ങനെ മസീഹ് മൗദ എന്നതിനെക്കുറിച്ച് തർക്കിക്കുക. കാരണം വിശുദ്ധ ഖുർആൻ വഫാത്തെ മസീഹിനെ പിന്തുണക്കുന്നു. പറയുന്നു, ഞാൻ മറുപടി എഴുതി, അഥവാ ഹദ്റത്ത് ഈസ മരിച്ചുവെങ്കിൽ ഹദ്റത്ത് മീർദ സാഹിബ് സത്യവാനാണ്. മറുപടി വന്നു, നിങ്ങളിൽ മീർദ സാഹിബിന്റെ പ്രഭാവം ഉണ്ടായിരിക്കുന്നു, ദുആ ചെയ്യാം. മറുപടിയായി ഞാൻ പറഞ്ഞു, താങ്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അവസാനം ഞാൻ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വീണ് എന്റെ ഹൃദയം വെള്ളമായി ഒഴുകാൻ തുടങ്ങി. ഞാൻ കണ്ണീർ തടാകത്തെ ഒഴുക്കിയതുപോലെ ദുആ ചെയ്തു, അള്ളാഹുവേ, എനിക്ക് നിന്റെ സംതൃപ്തി വേണം. നിനക്ക് വേണ്ടി എല്ലാ ആദരവുകളെയും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. എല്ലാ നിന്ദതയെയും സ്വീകരിക്കാൻ തയ്യാറാണ്. നീ എന്നിൽ കരുണ ചൊരിയണമേ. ആരുടെ കയ്യിലാണോ എന്റെ ജീവൻ ഇരിക്കുന്നത് അവനാണേ സത്യം. അവനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, കുറച്ചു കാലത്തിന് ശേഷം തന്നെ രാവിലെ 4 മണിയോടടുത്ത് 1893 ഡിസംബർ 25 തിങ്കളാഴ്ച ജനാബ് ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദർശനം കരസ്ഥമായി. ഈ സ്വപ്നത്തിന്റെ വിശദാംശം ഇപ്രകാരമാണ്. വിനീതൻ ബേർണി എന്ന സ്ഥലത്ത് അസർ നമസ്കാരത്തിനായി വുദു എടുക്കുകയായിരുന്നു. ആരോ വന്ന് പറഞ്ഞു, റസൂലെ അറബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തത്തിന്റെ വ്യാഖ്യാനമാണിത്. റസൂൽ അറബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നമസ്കാരത്തിനായി വുദു എടുക്കുകയായിരുന്നു. ആരോ വന്ന് പറഞ്ഞു, റസൂൽ അറബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നു, ഇതേ രാജ്യത്ത് താമസിക്കുന്നതാണ്. ഞാൻ ചോദിച്ചു, എവിടെ? പറഞ്ഞു, ഈ ടെന്റുകൾ ഹുസൂറിന്റേതാണ്. ഞാൻ പെട്ടെന്ന് നമസ്കരിച്ച് അവിടേക്ക് പോയി. ഹുസൂർ ചില സഹാബാക്കളിൽ ഇരിക്കുകയായിരുന്നു. സലാമിന് ശേഷം എനിക്ക് ഹസ്തദാനം നൽകി. ഞാൻ ആദരവോടുകൂടി ഇരുന്നു. ഹുസൂർ അറബിയിൽ പ്രസംഗിക്കുകയായിരുന്നു, അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിനീതൻ എന്റെ കഴിവനുസരിച്ച് അതിനെ കുറിച്ച് മനസ്സിലാക്കി. പിന്നീട് ഞാൻ സത്യവാനാണ്, എന്നെ നിഷേധിക്കരുത് എന്നെല്ലാം ഉറുദുവിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആമന്ന വ സദഖന യാ റസൂലുള്ളാ. മുഴുവൻ ഗ്രാമവും മുസ്ലിങ്ങളായിരുന്നു, എന്നാൽ ആരും അടുത്തു വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. പറഞ്ഞു, അള്ളാഹു, ഇതെന്താണ്? സ്വപ്നത്തിലാണ്. ഇന്ന് മുസ്ലിം ത്യാഗം വരിക്കേണ്ട ദിവസമായിരുന്നു. ഹുസൂറിന്റെ ആരംഭ കാലഘട്ടമായിരുന്നു. ഹുസൂർ ഇതേ രാജ്യത്ത് വസിക്കുന്നതാണെന്ന് എനിക്ക് അറിവ് നൽകി. പിന്നീട് ഹുസൂർ മടങ്ങാനുള്ള കൽപ്പന നൽകി. ഞാൻ കരഞ്ഞു പറഞ്ഞു, ഹുസൂർ പോകുകയാണോ? എനിക്ക് എങ്ങനെ കാണാൻ കഴിയും? എന്റെ തോളിൽ ഹുസൂർ പരിശുദ്ധ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നാം സ്വയം നിന്നെ വന്ന് കാണുന്നതാണ്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മനസ്സിലായി. ഹദ്റത്ത് മീർദ സാഹിബ് റസൂലെ അറബിയാകുന്നു. അതൊരു പ്രവർത്തന രൂപത്തിൽ എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. ഞാൻ ബൈഅത്തുള്ള കത്തെഴുതി. എന്നാൽ കാദ്യാനിലെത്തി 1898 ഡിസംബർ 21 ചൊവ്വാഴ്ച മഗ്‌രിബ് നമസ്കാര ശേഷം ബൈഅത്ത് ചെയ്യാനുള്ള അവസരവും ലഭിച്ചു. ഈ ഒരു വിപത്തും തന്നെ എന്നെ ഒരപജയത്തിലേക്കും കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള സ്ഥൈര്യം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കൈവന്നു. ഇതെല്ലാം വീണ്ടും വീണ്ടും ഹുസൂറിന്റെ സഹവാസം ലഭിച്ചതിന്റെ ഫലമായിരുന്നു. ഈ കൈകൾക്ക് ഹുസൂറിന്റെ കൈ അമർത്തി കൊടുക്കുന്നതിനുള്ള ബഹുമതി ലഭിച്ചിരുന്നു. ഞാൻ വിളംബരപ്പെടുത്തിയപ്പോൾ പലവിധത്തിലുള്ള വിപത്തുകളും വന്നെങ്കിലും അള്ളാഹു എന്നെ സംരക്ഷിക്കുക മാത്രമല്ല, നഷ്ടങ്ങളെക്കാൾ കൂടുതലായി എനിക്ക് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്റെ സഹോദരനും അടുത്ത ബന്ധുക്കളും അഹമ്മദിയായി, അൽഹംദുലില്ലാ. നീണ്ടതായി പോകും എന്ന ഭയമില്ലായിരുന്നുവെങ്കിൽ ചില സംഭവങ്ങൾ കൂടി എഴുതുമായിരുന്നു. ഇതും പ്രസ്താവയോഗ്യമാണ്. ദുറൂദെ താജ് അഹമ്മദിയായ ശേഷവും ചൊല്ലാറുണ്ടായിരുന്നു. ഇതും അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരത്തിലുള്ള ദുറൂദാണ്, സലാമാണ്. എന്റെ ഉസ്താദ് മൗലവി അബ്ദുൽ ഖാദർ ലുധിയാനവി, അദ്ദേഹം എനിക്ക് ശേഷമാണ് അഹമ്മദിയായത്. ഇത് ശിർക്കാണെന്ന് ചെല്ലരുതെന്ന് വിലക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, മസീഹ് മൗദിനെ കൊണ്ട് പറയിപ്പിച്ചാൽ ഞാൻ ഉപേക്ഷിക്കാം. യാദൃശ്ചികമായി ഒരു സാലാന ജലസയിൽ ഞാനും മൗലവി സാഹിബും സന്നിഹിതനായിരുന്നു. ഹുസൂർ കാറ്റുകൊള്ളുന്നതിനായി നടക്കാനിറങ്ങി. മൗലവി സാഹിബ് അന്നേരം ഹുസൂറിനോട് പറഞ്ഞു, ഹുസൂർ മുൻഷി റഹ്മത്തുള്ള സാഹിബ് ദുറൂദ് താജ് ചൊല്ലാറുണ്ട്, ഇത് ശിർക്കാണെന്ന് പറഞ്ഞ് ഞാൻ വിലക്കി. ഹുസൂർ എന്നെ നോക്കി പറഞ്ഞു, ഇതെന്താണ്? ദുറൂദ് താജ്. ഇതെന്ത് ദുറൂദാണ് നിങ്ങൾ ചൊല്ലുന്നത്? ഞാൻ ചൊല്ലിക്കേൽപ്പിച്ചു, ഇതിൽ ശിർക്കില്ല. മൗലവി സാഹിബ് പറഞ്ഞു, ദാഫിയുൽ ബലായി വൽ വബായി വൽ കഹത്തി വൽ മർദി വൽ അലം എന്ന വാക്കുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഹുസൂർ പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെ ജനങ്ങൾ മനസ്സിലാക്കിയില്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമം ദാഫിയുൽ ബലാ വൽ വബാ ആണെങ്കിൽ സംശയം എന്താണ്?
നീണ്ട പ്രഭാഷണം തന്നെ നടത്തി മൗലവി സാഹിബ് സന്തോഷമായി പൊതുജനങ്ങളുടെ പ്രയോജനത്തിനായി ഈ വിഷയം രേഖപ്പെടുത്തുകയുണ്ടായി. ഹദരത്ത് സയ്യിദ് മഹമ്മൂദ് ആലം സാഹിബ് പറയുന്നു, 1903 എൻ്റെ മൂത്ത സഹോദരൻ സയ്യിദ് മഹബൂബ് ആലം പട്ടണത്തിലൂടെ എവിടേക്കോ പോവുകയായിരുന്നപ്പോൾ രണ്ടുപേർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കടന്നുപോയി, പഞ്ചാബിൽ ഒരു വ്യക്തി മഹദിയാണെന്നുള്ള വാദം പുറപ്പെടുവിച്ചിരിക്കുന്നു. സഹോദരന് ചെറുപ്പം മുതൽ വിശുദ്ധ ഖുർആനോട് സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. വാദം പുറപ്പെടുവിച്ചതിനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ആരോട് ചോദിക്കും? പറഞ്ഞവർ പോയി കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ സ്റ്റേഷൻ മാസ്റ്റർക്ക് അറിയാമായിരിക്കാം. അദ്ദേഹത്തിന്റെ ചിന്ത ശരിയായിരുന്നു. സ്റ്റേഷൻ മാസ്റ്ററുടെ അടുക്കൽ എത്തി, പേരും അഡ്രസ്സും മറ്റും മനസ്സിലാക്കി വീട്ടിലെത്തി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കത്തെഴുതി, എനിക്ക് താങ്കളുടെ അവസ്ഥ അറിയില്ല, പേര് മാത്രം കേട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് സ്വന്തം കൃതികൾ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വായിച്ച് തിരിച്ചു തരുന്നതാണ്. അങ്ങനെ മൗലവി അബ്ദുൽ കരീം സാഹിബ് റളിയല്ലാഹു തആല അൻഹു ഗ്രന്ഥം അയച്ചുകൊണ്ടിരുന്നു. സഹോദരൻ വായിച്ചതിന് ശേഷം തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ആളുകൾ അന്നു മുതൽ എതിർക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ സഹോദരൻ ധൈര്യം അവലംബിച്ചു. കുറച്ചു കാലത്തിന് ശേഷം ബയ്യത്ത് ചെയ്തു. ഞാനും കുറച്ചു കാലശേഷം സഹോദരൻ നിന്ന് ഗ്രന്ഥങ്ങൾ വായിച്ചു ബയ്യത്ത് ചെയ്തു. അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് ഞാൻ പട്ടണത്തിൽ നിന്നും വീട്ടിലേക്ക് പോയി. യാദൃശ്ചികമായി പിതാവിനോടൊപ്പം ഉറങ്ങി. പിതാവിനോട് സ്വപ്നത്തിൽ ഹദ്റത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിന്നോടൊത്ത് ഉറങ്ങുന്ന നിന്റെ ഈ മകൻ വളരെ വലിയ വക്കീലാകുന്നതാണ്. എന്നാൽ അഹമ്മദി ആയപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, താങ്കളുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം ഞാൻ അഹമ്മദിയാകും എന്നുള്ളതായിരുന്നു. സ്വപ്നത്തിൽ വലിയ മനുഷ്യനാകുമെന്ന് കാണിച്ചത് ഇപ്രകാരം പൂർത്തിയായി എന്ന് പിതാവിനോട് പറഞ്ഞു. പറയുന്നു, 2 വർഷം നിരന്തരമായ ഭയാനക രോഗത്തിന് ശേഷം കുറച്ചു കാലത്തിന് ശേഷം നീണ്ടകാലം രോഗിയായി 2 വർഷത്തോളം അപകടകാരിയായ രോഗമായിരുന്നു. അതിൽ നിന്ന് ശരിയായ നിലയിൽ ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഖാദിയാനിൽ പോകുന്നുള്ള ഭ്രാന്തമായ ആവേശം മുതലെടുത്തു. പ്രേമാനന്ദത്തിന്റെ സ്നേഹത്തിൽ എത്ര കണ്ട് ലയിച്ചു പോയെന്നാൽ ആ സ്നേഹത്തിൽ മുറിവും വ്രണവുമെല്ലാം ഒന്നുമല്ലാതായി. പറയുന്നു, സഹോദരൻ ഖാദിയാനിൽ ഖജനാവ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അതായത് ഞാൻ ഖാദിയാനിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ ഖജനാവ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി പോകണമെങ്കിൽ തന്നെ 10 പാസ്സായിട്ട് പോയാൽ മതി. അവിടെ വിഷമമൊന്നും ഇല്ലാതിരിക്കുവാനായി. മാതാപിതാക്കൾ അനഹമ്മദികളായിരുന്നു. എനിക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നു അവരെ സംബന്ധിച്ച്. ആരും വഴിച്ചെലവ് തന്നില്ല. സഹോദരനും സമ്മതിച്ചില്ല, മാതാപിതാക്കളും. രോഗകാരണത്താൽ എന്റെ ആരോഗ്യം വളരെ ബലഹീനമായിരുന്നു. 2-4 മൈൽ യാത്ര ചെയ്തതിനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല. മറിച്ച് 1 മൈൽ പോലും നടക്കാനുള്ള ശക്തിയില്ലായിരുന്നു എന്ന് പറയാം. എന്നാൽ അള്ളാഹു ഹൃദയത്തിൽ ആവേശം നിറച്ചു. നടന്നു പോകാൻ തയ്യാറായി. അന്ന് ഞാൻ പട്നയിലായിരുന്നു. നടന്നു തുടങ്ങിയപ്പോൾ ജനങ്ങൾ അഭിപ്രായപ്പെട്ടു, മാതാപിതാക്കളെ കണ്ടുപോകൂ. ഞാൻ നിഷേധിച്ചു. ഒരുപക്ഷെ മാതാവിന്റെ കരച്ചിലും പിഴിച്ചിലും എന്റെ ശരീരത്തെ ചോർത്തിക്കളഞ്ഞ് ഖാദിയാനിൽ പോകാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന് ഭയന്നു. ഏതായാലും നടക്കാൻ തുടങ്ങി. നടന്നു തുടങ്ങിയപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാർഡ് എഴുതി, എനിക്ക് വേണ്ടി ദുആ ചെയ്യുക, എന്റെ യാത്രയുടെ അവസ്ഥ ഇങ്ങനെയാണ്, കയ്യിൽ പൈസയില്ല, ആരോഗ്യം മോശം, എന്നാൽ ഞാൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ അങ്ങേയറ്റം ബലഹീനനും അപരനുമാണ്. ഒരു കാർഡ് സഹോദരനും എഴുതി. കാരണം അദ്ദേഹം മറ്റൊരു സ്ഥലത്തായിരുന്നു. ഞാൻ പോകുന്നു, ഖാദിയാനിൽ എത്തുകയാണെങ്കിൽ കത്തെഴുതാം, വഴിയിൽ മരിക്കുകയാണെങ്കിൽ എന്റെ ജഡത്തെക്കുറിച്ച് ആർക്കും ഒരു അറിവ് പോലും ലഭിക്കുന്നതല്ല. പറയുന്നു, ഞാൻ യാത്രക്കായി സുരക്ഷിത മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. റെയിൽവേ ലൈനിന്റെ പ്ലാൻ എടുത്തിരുന്നു. പെട്ടെന്ന് തന്നെ ഏതാനും പാഠപുസ്തകങ്ങൾ വിറ്റ് കുറച്ച് പൈസ കരുതി. പറയുന്നു, ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു, ദൂരമാണെങ്കിൽ കൂടുതലും. അതുകൊണ്ട് 50-60 മൈലുകൾ വരെ ട്രെയിനിൽ യാത്ര ചെയ്തു. മോശമായ ആരോഗ്യം കാരണത്താൽ
ബലഹീനത വന്നു പോവുകയാണെങ്കിൽ മടങ്ങാനുള്ള ധൈര്യം ഇല്ലാതിരിക്കുന്നതിനായി. കാരണം 50-60 മൈലുകൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഇനി മടങ്ങാൻ ധൈര്യപ്പെടില്ല. തിരിച്ചു വരുന്നതിന് പകരം മുന്നോട്ട് തന്നെ പോകുന്നതാണ്. പറയുന്നു, ഈ യാത്രയിൽ ഞാൻ 30 മൈലുകളോളം നടന്നുകൊണ്ടിരുന്നു. രാത്രിയാകുന്നിടത്ത് തങ്ങുന്നു, ചിലപ്പോൾ സ്റ്റേഷനിൽ, ചിലപ്പോൾ മറ്റ് സത്രങ്ങളിൽ പോലുള്ള സ്ഥലങ്ങളിൽ. ഉള്ളംകാൽ രണ്ടിലും വ്രണമുണ്ടായി. ദുആ ചെയ്തുകൊണ്ടിരുന്നു, അല്ലാഹുവേ മാനം കാക്കണേ എന്റെ കാലിന്റെ വ്രണങ്ങളെ. രാത്രി കഴിച്ചുകൂട്ടുന്നതിനായി എവിടെയെങ്കിലും തങ്ങിയാൽ കഠിനമായ വേദനയാൽ കാലനക്കാൻ കഴിയുമായിരുന്നില്ല. രാവിലെയായാൽ നമസ്കരിച്ച് പുറപ്പെടാൻ തുടങ്ങിയാൽ കാല് അനങ്ങുകയില്ലായിരുന്നു. ധാരാളം പ്രയാസങ്ങൾ മുന്നിൽ വന്നിരുന്നു. ആദ്യത്തിൽ പതുക്കെ പതുക്കെ നടക്കും. കുറച്ചു നേരം കൊണ്ട് സ്വാഭാവിക വേഗത കൈവരുന്നു. കാലിൽ ചെരിപ്പിടാൻ കഴിയില്ലായിരുന്നു. കാരണം നിറച്ചും വ്രണമായിരുന്നു. തൊലി പോയി ഇറച്ചി മാത്രമായിരുന്നു. എന്നാൽ കാദ്യാനിൽ പോകാനുള്ള ആവേശത്തിൽ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പറയുന്നു, അക്കാരണത്താൽ ചിലപ്പോൾ കല്ലും മറ്റും തറച്ച് ശരീരത്തെ വേദനിപ്പിക്കുമായിരുന്നു. ഇടയ്ക്ക് റെയിൽ പാളങ്ങളിലൂടെ നടക്കും, ഇടയ്ക്ക് പൊതുവഴികളിലൂടെ. ചില സമയത്ത് വളരെ ഭയപ്പെടുത്തുന്ന വഴികളിലൂടെ പോകേണ്ടി വന്നിരുന്നു. ആയിരക്കണക്കിനുള്ള കുരങ്ങന്മാരും കറുത്ത മുഖമുള്ള കുരങ്ങന്മാരുമായി കണ്ടുമുട്ടി. അവയുടെ ഭയാനകമായ ദൃശ്യം ഹൃദയത്തെ പിടിച്ചു കുലുക്കുമായിരുന്നു. അലിഗഡ് പട്ടണത്തിലൂടെ കടന്നുപോയി. എന്നാൽ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ആ പട്ടണത്തിലൂടെ പോയിരുന്നെങ്കിലും അത് എങ്ങനെയുള്ളതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു. ഞാൻ നടന്നുകൊണ്ടേയിരുന്നു. കോളേജിന്റെയും കെട്ടിടങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്നറിഞ്ഞില്ല. എന്നാൽ പോകുന്ന വഴി വലതുഭാഗത്ത് കുറച്ച് ദൂരെയായി വെളുത്ത കെട്ടിടങ്ങൾ കണ്ടു. അടുത്തുകൂടി കടന്നുപോയ ആളോട് ചോദിച്ചു, ഇതെന്ത് കെട്ടിടമാണ്? പറഞ്ഞു, കോളേജിന്റെ കെട്ടിടമാണ്. മുന്നോട്ട് നീങ്ങി ഡൽഹി പട്ടണത്തിലൂടെ കടന്നുപോയി. ഒരു നീട്ടുനേരത്തേക്ക് പോലും അവിടെ തങ്ങിയില്ല. കാരണം എന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അവിടുത്തെ മഹാത്മാക്കളുടെ സിയാറത്ത് എന്റെ ലക്ഷ്യമായിരുന്നില്ല. അതുകൊണ്ട് ഒരു നിമിഷനേരത്തേക്ക് പോലും എന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. വ്രണിതമായ കാലുകളാൽ ഞാൻ കാദ്യാനിലെത്തി. അഗതി മന്ദിരത്തിൽ തങ്ങി. അല്പനേരശേഷം ഹദ്റത്ത് ഹാഫിസ് ഹാമിദ് അലി സാഹിബ് മർഹൂം റളിയല്ലാഹു തആല അൻഹു പാലിന്റെ ഒരു ഗ്ലാസ് നൽകി. എന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ വാങ്ങിയില്ല. ചിലവിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട, പൈസ തരേണ്ടി വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ആ പാല് വാങ്ങി കുടിച്ചു. അൽഹംദുലില്ലാ അലാ ദാലിക്. കാദ്യാനിൽ ആദ്യ ആഹാരമായി എനിക്ക് പാലാണ് ലഭിച്ചത്. ഞാനവിടെ സന്നിഹിതനായിരുന്നപ്പോൾ തന്നെ ധാരാളം പേർ വന്നു. എന്നാൽ ആർക്കും തന്നെ പാലിന്റെ ഗ്ലാസ് നൽകിയില്ല. എനിക്ക് മാത്രമാണ് പാല് നൽകിയത്. പിന്നീട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സന്ദർശിച്ചു. ഹുസൂർ അവസ്ഥ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഹുസൂർ എന്റെ അവസ്ഥ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ആളുകൾ ബയ്യത്ത് ചെയ്തുകൊണ്ടിരുന്നു. എന്നോടും ബയ്യത്ത് ചെയ്യാനായി പറഞ്ഞു. ഞാനപ്പോൾ ഹുസൂറിന്റെ കാല് തടവി കൊടുക്കുകയായിരുന്നു. ഈ ഒരു ഭ്രാന്താണ് എനിക്ക് ഉപകാരിയായത്. അല്ലെങ്കിൽ ഇന്ന് സഹാബാക്കളുടെ ലിസ്റ്റിൽ എന്റെ പേര് എങ്ങനെ വരാനാണ്? അല്ലാഹു മാലിക്കുൽ മുൽക്കി തുഇസ്സു മൻ തശാ. തുടർന്ന് പറയുന്നു, ഖലീഫ അവൽ എന്റെ മുറിവുകളെ ചികിത്സിച്ചു. ഹാഫിസ് റോഷനി സാഹിബ് എന്നെ പഠിപ്പിക്കുന്നതിനായി നിയമിക്കപ്പെട്ടു. പിന്നീട് സ്വയം പഠിപ്പിക്കുകയും ചെയ്തു. കാലിലെ മുറിവുകളുള്ള ചികിത്സ ഖലീഫ അവൽ ചെയ്തു. ഹാഫിസ് റോഷനി സാഹിബും പിന്നീട് ഖലീഫ അവലും എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. പിന്നീട് എഴുതുന്നു, 1908 മെയ് മാസത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ലാഹോറിൽ പോയി. ഇത് കാദ്യാനിലെ സംഭവം തന്നെയാണ്. പിന്നീട് ഖലീഫ അവലിനെയും വിളിപ്പിച്ചു. അന്നേരം ഖലീഫ അവൽ എന്നെയും കൂടെ കൂട്ടി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്ത് സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുകയായിരുന്നു. ലാഹോറിൽ നിന്ന് ജനാസയോടൊപ്പം കാദ്യാനിലെത്തി. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു തആല അൻഹു ഉദ്യാനത്തിൽ വെച്ച് ജനങ്ങളോട് ബയ്യത്ത് വാങ്ങിയപ്പോൾ ഞാൻ കട്ടിലിൽ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുകയായിരുന്നു. ഹദ്റത്ത് ഖലീഫ അവൽ അപ്പോൾ ചെയ്ത പ്രഭാഷണവും ഹദ്റത്ത് മീർ നാസിർ നവാബ് സാഹിബ് കരഞ്ഞ് മാപ്പപേക്ഷിച്ചതും എന്റെ മനസ്സിൽ ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. ബയ്യത്തിന് ശേഷം ജനാസ നമസ്കരിച്ചു. പിന്നീട് ഉദ്യാനത്തിലുള്ള കെട്ടിടത്തിൽ ഹദ്റത്ത് സാഹിബിന്റെ ജനാസ സന്ദർശനത്തിനായി വെച്ചു. മുഖത്ത് നിന്ന് വസ്ത്രം നീക്കി.
ജനങ്ങൾ പടിഞ്ഞാറേ വാതിലൂടെ കടന്ന് സിയാറത്ത് ചെയ്ത് കിഴക്കേ വാതിലൂടെ പുറത്തുപോയിക്കൊണ്ടിരുന്നു. ഇതായിരുന്നു മഹാത്മാക്കളുടെ ചില സംഭവങ്ങൾ. അവർ ഒരു ആവേശത്തോടും വേദനയോടും കൂടി വരാനുള്ള മസീഹ് മൗദിനെ വിശ്വസിച്ചു. സയ്യിദ് മഹമ്മൂദ് ആലം സാഹിബിന്റെ സംഭവം യഥാർത്ഥത്തിൽ മുട്ടിൽ ഇഴഞ്ഞു പോയിട്ടാണെങ്കിലും ബയ്യത്ത് ചെയ്യണമെന്ന ഹദീസിന്റെ രൂപാന്തരണമാണ്. എത്ര പ്രയാസങ്ങൾ സഹിച്ചു, എന്നാൽ ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അതുമൂലം നടന്നുകൊണ്ടേയിരുന്നു. അവസാനം തന്റെ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു. അള്ളാഹു ഈ സഹാബാക്കളുടെ പദവികളെ ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ വിശ്വാസത്തിൽ ഉന്നതി നൽകുമാറാകട്ടെ. മുസ്ലിം പൊതുസമൂഹത്തിലെ നെഞ്ചും തുറക്കുമാറാകട്ടെ. അവർ മസീഹ് മൗദിനെ തിരിച്ചറിയുന്നവരാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി വന്നു ഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്നവരാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉമ്മത്തിന്റെ കടമ നിറവേറ്റുന്നവരാകട്ടെ. ഇനി ഞാൻ ഒരു ദുഃഖകരമായ വാർത്ത കേൾപ്പിക്കുന്നതാണ്. ബഹുമാന്യ മുഹമ്മദ് ഹാഷിം സയ്യിദ് സാഹിബ്, അദ്ദേഹം ഇവിടുത്തെ പഴയ അഹമ്മദിയായിരുന്നു. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ വെച്ച് അദ്ദേഹം വഫാത്തായിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ ജനാസ ഇന്ന് എന്നാണ് എത്തിയത്. ജുമാക്ക് ശേഷം ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. ഇവിടെ അദ്ദേഹം എപ്പോഴും വന്നു പോകുമായിരുന്നു. ധാരാളം യാത്ര ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ആഗസ്റ്റ് 11 ഇവിടെ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോയത്. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഹൃദയത്തിൽ ബുദ്ധിമുട്ട് ആരംഭിച്ചു. നേരെ ക്ലിനിക്കിലേക്ക് പോയി. അവിടെ വെച്ച് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി വഫാത്താവുകയാണ് ചെയ്തത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. രണ്ടായിരത്തിലാണ് അദ്ദേഹം സൗദിയിലേക്ക് പോയത്. അതിനു മുമ്പ് ഇവിടെ തന്നെയായിരുന്നു. നിരന്തരമായി പല വർഷങ്ങളോളം അവിടെ ജമാഅത്തിന്റെ വ്യക്തിഗത സേവനങ്ങൾ ചെയ്യുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചുകൊണ്ടിരുന്നു. കൂടാതെ പല സുപ്രധാന ജോലികളും ജമാഅത്തിൻ്റേത് അദ്ദേഹം നിർവഹിച്ചിരുന്നു. വളരെ ഉത്തമമായ നിലയിൽ എല്ലാ ജോലിയും അദ്ദേഹം നിർവഹിച്ചിരുന്നു. വളരെയേറെ ഗുണങ്ങളും കഴിവുകളും ഉണ്ടായിരുന്നു. സംഘടനാപരമായ കാര്യങ്ങളിൽ നല്ല പ്രാവീണ്യമായിരുന്നു. ടെക്നിക്കൽ പ്രശ്നങ്ങളെ കുറിച്ച് നല്ല അറിവായിരുന്നു. ദീനി അറിവും ധാരാളമായിരുന്നു. എല്ലാ വിഭാഗങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രാവീണ്യം അസൂയാവഹമായിരുന്നു. എന്നാൽ വളരെ വിനയാന്വിതനും എല്ലാവരുമായി കൂടിക്കലർന്ന സ്വഭാവക്കാരനും എളിമയുമുള്ള വ്യക്തിയുമായിരുന്നു. സഹതാപമുള്ളതും ആത്മാർത്ഥതയുള്ള വ്യക്തിയുമായിരുന്നു. എല്ലാവരോടും ആത്മാർത്ഥമായി പെരുമാറുമായിരുന്നു. ചന്തകളിലും സാമ്പത്തിക ആഹ്വാനങ്ങളിലും എപ്പോഴും മുന്നിട്ട് നിന്നിരുന്നു. ഹുഖൂഖുൽ ഇബാദിലേക്ക് ശ്രദ്ധിക്കുന്ന വ്യക്തി ആരുടെയെങ്കിലും അല്പം ബുദ്ധിമുട്ട് കാണുമ്പോൾ തന്നെ പരിഭ്രമിക്കുകയും സഹായിക്കുന്നതുവരെ സ്വസ്ഥനാകുകയും ചെയ്യില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അയൽവാസി എന്നോട് പറഞ്ഞു, വാസ്തവ ജിന്ദഗിയാണ്, ഇവരുടെ വീടിന് മധ്യയുള്ള മതിൽ കൊടുങ്കാറ്റിൽ നിലംപൊത്തി. ഇവിടെ സാധാരണയായി മരത്തിന്റെ മതിലാണ് ഉണ്ടാക്കാറുള്ളത്. ഒരു ദിവസം അദ്ദേഹം സ്വയം വന്ന് പറഞ്ഞു, യാത്ര പോവുകയായിരുന്നു, പേടിക്കണ്ട, ഞാൻ വന്ന് സ്വയം ശരിയാക്കിക്കൊള്ളാം. 2 ദിവസ ശേഷം സ്വയം വന്ന് മതിൽ നേരെയാക്കി. വളരെയധികം ആത്മാർത്ഥ വ്യക്തിയും ജനങ്ങൾക്ക് ഉപകാരിയുമായ വ്യക്തിയായിരുന്നു. ഖിലാഫത്തിന്റെ അൻസാരിയും ജമാഅത്ത് വ്യവസ്ഥയെ അനുസരിക്കുന്നതിന് എപ്പോഴും സന്നദ്ധവുമായ വ്യക്തിയായിരുന്നു. ഭാര്യയും ഒരു മകളുമാണുള്ളത്. അറബ് ഡെസ്കിലുള്ള ചിലർ എനിക്ക് എഴുതുന്നു, അവരുടെ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്.
ജമാഅത്തിനെ വളരെയധികം സ്നേഹിക്കുന്ന അഗാധ ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. ഇത് യഥാർത്ഥം തന്നെയാണ്. രാഷ്ട്രത്തിന്റെ അകത്തും പുറത്തുമുള്ള ജമാഅത്തിന്റെ അവസ്ഥയെ നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. വലിയ ധീരനായ വ്യക്തിയായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നിക്കുന്നതിനായി ആരെയും ഭയപ്പെട്ടിരുന്നില്ല. വളരെ ദയാലുവും ധൈര്യവാനും സൽസ്വഭാവിയുമായിരുന്നു. നവ അഹമ്മദികൾക്ക് വാത്സല്യനിധിയായ പിതാവിനെ പോലെയായിരുന്നു എന്നും എഴുതിയിരിക്കുന്നു. ഇത് സത്യം തന്നെയാണ്. പല നവ അഹമ്മദികളും എനിക്ക് എഴുതുമായിരുന്നു. അദ്ദേഹം പലപ്പോഴും നവ അഹമ്മദിനെ കാണുന്നതിനായി ഖിലാഫത്തുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി 500 മൈലുകളോളം യാത്ര ചെയ്യുമായിരുന്നു. ഹജ്ജിനും ഉംറക്കുമുള്ള ഭാഗ്യവും ലഭിച്ചിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു കുർത്ത അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. അത് ധരിച്ച് അദ്ദേഹം ഹജ്ജിന്റെ ഉംറയുടെ സമയത്ത് കാബ മന്ദിരത്തിനടുത്ത് നിന്ന് നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതുന്നു, അദ്ദേഹത്തോടൊപ്പം 32 വർഷം ഞാൻ കഴിഞ്ഞു. എന്നാൽ ഒരിക്കലും തന്നെ ഒരു മിനിറ്റ് പോലും പാഴാക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അനുകമ്പയുള്ള വ്യക്തിയും എല്ലാവരെയും സ്നേഹിക്കുകയും ഇസ്ലാമിന്റെയും അഹമ്മദത്തിന്റെയും യഥാർത്ഥ സേവകനും ഖിലാഫത്തിനോട് അങ്ങേയറ്റം വിശ്വാസവും ജീവാർപ്പണം ചെയ്യാൻ സന്നദ്ധനായ വ്യക്തിയും ദുആ ചെയ്യുന്ന വ്യക്തിയും സത്യവാനുമായിരുന്നു. ഈ എഴുതിയിൽ ഒരു അതിശോക്തിയുമില്ല. അദ്ദേഹം തന്റെ വഖഫിന്റെ ജീവിതം വ്യവസ്ഥാപിതമായ നിലയിൽ കൃത്യനിഷ്ഠത കഴിച്ചുകൂട്ടി. 40 വർഷത്തിലധികമായി 9/1 ഭാഗത്തിന്റെ മൂസിയായിരുന്നു. ജീവിതത്തിൽ എനിക്ക് പ്രഥമം ഖിലാഫത്തും പിന്നീട് കുടുംബവും അതിനുശേഷമാണ് മറ്റെല്ലാമെന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്നവർ പറയുന്നു. വഫാത്തിന് ശേഷം അവർ ഹാഷിം സാഹിബിന്റെ ഡയറി നോക്കിയപ്പോൾ അതിൽ ചില സ്വപ്നങ്ങൾ എഴുതിയിരിക്കുന്നതായി കണ്ടു. ഒരു സ്വപ്നം ഇപ്രകാരം എഴുതുന്നു: ഒരു രാത്രി 4 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. ആദ്യത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം സൂര്യനെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. കയ്യിൽ ഒരു മോതിരം ധരിച്ചിരുന്നു. അതിൽ നിന്ന് പ്രകാശിക്കുന്ന കിരണങ്ങൾ പുറപ്പെടുന്നുണ്ടായിരുന്നു. തലയിണയിൽ ചാരിയിരുന്ന് എന്തൊക്കെയോ വായിക്കുകയായിരുന്നു. ആ മോതിരത്തിൽ നിന്ന് ശക്തമായ പ്രകാശം പുറപ്പെടുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ സ്വപ്നത്തെക്കുറിച്ച് എഴുതുന്നു: അമ്മാജാൻ താമസിക്കുന്ന ഒരു വീട്ടിലാണ് ഞാൻ. അവർ എന്നോട് വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും പെരുമാറുന്നു. വളരെ പ്രസന്നവതയായി സ്വാഗതവും പറയുന്നു. പകലിന്റെ ആദ്യ ഭാഗം ഞാൻ അവരോടൊപ്പം കഴിച്ചു കൂട്ടുന്നു. ഈ സമയമത്രയും ഹദ്റത്ത് അമ്മാജാൻ എനിക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ അനേകം സംഭവങ്ങൾ കേൾപ്പിക്കുന്നു. പിന്നീട് 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ തന്നെ ഹദ്റത്ത് അമ്മാജാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന്റെ വീട്ടിൽ എത്തുന്നു. മുഴുവൻ ദിവസവും അവിടെ അവരോടൊപ്പം കഴിച്ചു കൂട്ടുന്നു. അങ്ങനെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ ധാരാളം സംഭവങ്ങൾ അവർ കേൾപ്പിച്ചു. ചില കേസുകളെ കുറിച്ച് പറഞ്ഞു. ഇത് നടന്നപ്പോൾ അള്ളാഹു എന്നോട് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് വെളിപാടിന്റെ ഇറക്കത്തെ സംബന്ധിച്ചും അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു തന്നു. വെളിപാടിന്റെ വാക്കുകളും പറഞ്ഞു തന്നു. പിന്നീട് വൈകുന്നേരം ഞാൻ അവിടെ നിന്ന് മടങ്ങി. സ്വപ്നത്തിൽ സംഭാഷണങ്ങൾ വാക്കുകളുടെ രൂപത്തിലല്ല, മറിച്ച് അനുഭവത്തിലൂടെയാണ് നടന്നത്. ഒരു രൂപവും കണ്ടിരുന്നുമില്ല. അതുപോലെ അദ്ദേഹം സ്വപ്നത്തിൽ എന്നെയും കണ്ടു. അദ്ദേഹം എന്നോട് പറയുന്നു, ഞാൻ മരിച്ചിരിക്കുന്നു, താങ്കൾ എന്റെ ജനാസ നമസ്കരിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സത്യമാണ്, പോയി ഭക്ഷണം കഴിച്ചു. അപ്പോൾ എന്റെ കണ്ണു തുറന്നു. അദ്ദേഹം പറയുന്നു, അള്ളാഹു അദ്ദേഹത്തെ ജന്നത്തുൽ ഫിർദൗസിൽ ആതിഥ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നീണ്ട കാലം അദ്ദേഹം UK-യിൽ കഴിയുകയും ജമാഅത്തിന് സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്തു പോകുന്നതിനുള്ള അനുമതി നൽകിയിരുന്നില്ല. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് നല്ല ജോലികൾക്കായി വിളിച്ചിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു. വിദ്യാസമ്പന്നനായിരുന്നു, സ്വന്തം തൊഴിൽ നിപുണനായിരുന്നു. പിന്നീട് 2000-ൽ അദ്ദേഹത്തിന് അനുവാദം നൽകി. വിദ്യാസമ്പന്നനും സ്വന്തം തൊഴിൽ നിപുണനുമായിരുന്നിട്ട് പോലും ഞാൻ കുറെ പഠിച്ച ആളാണെന്നുള്ള അഹംഭാവം ഒരിക്കലും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ ആർക്കും തോന്നിപ്പിച്ചിരുന്നില്ല. ഖലീഫത്തുൽ മസീഹ് റാബിയുടെ വഫാത്ത് സമയത്ത് അദ്ദേഹവുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ജനാസക്ക് മുമ്പായി ഒരു വ്യക്തി
വളരെ എളിമയോടുകൂടി വിളംബരങ്ങൾ എഴുതിക്കൊണ്ടുവരുന്നു. MKയിൽ നൽകുന്നതിന് വേണ്ടി, MKയിൽ വിളംബരപ്പെടുത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും വാക്ക് ഇങ്ങനെയല്ല വേണ്ടതെന്നോ അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്നോ പറഞ്ഞാൽ യാതൊരു ഭാവഭേദവുമില്ലാതെ ഉടൻ അനുസരിച്ചിരുന്നു. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഇവിടെയാണ് കഴിച്ചുകൂട്ടിയത്, ഞാൻ വിദ്യാസമ്പന്നനാണ്, ഇക്കാര്യത്തിൽ എനിക്ക് പ്രാവീണ്യമുണ്ട്, ഇതാണ് ശരിയായ വാക്കുകൾ എന്നൊരിക്കലും തന്നെ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വിനയവും എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. അദ്ദേഹത്തിന്റെ സേവനത്തിനുള്ള ആവേശവും എല്ലാവർക്കും മാതൃകയായിരുന്നു. ഖിലാഫത്തിന്റെ അനുസരണവും സ്നേഹവും മാതൃകയായിരുന്നു. റിട്ടയർ ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ എൻ്റെ ഒരു നീണ്ട കാലത്തെ അഭിലാഷമാണ് ജീവിതം വഖഫ് ചെയ്യുക എന്നത്. യാഥാർത്ഥ്യം തന്നെയാണ്. പലപ്പോഴും ഞാൻ വഖഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ താങ്കൾ ഇപ്പോൾ എവിടെയാണോ അവിടെ താങ്കളുടെ ആവശ്യമുണ്ട്, സ്വയം വഖഫാണെന്ന് ധരിച്ചു കൊള്ളുക എന്ന് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹം പ്രകാരം ജോലി ചെയ്തിരുന്നു, എന്നാൽ അതേപോലെ ഒരു വഖഫിനോ ജിന്ദഗി പോലും ജോലി ചെയ്യില്ലായിരുന്നു. അതിനേക്കാൾ കൂടുതലായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു. എല്ലാ വർഷവും എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം റിട്ടയറായി, വീണ്ടും അദ്ദേഹത്തിന് കോൺട്രാക്ട് കിട്ടി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ജോലിയുള്ളിടത്തോളം കാലം അവിടെ താമസിക്കുക, അവിടെ താങ്കളുടെ ആവശ്യമുണ്ട്. എല്ലാ ജോലിയും വളരെ ധൈര്യത്തോടും ഹിക്മത്തോടും കൂടി മാഷാ അല്ലാ ചെയ്യുമായിരുന്നു. അദ്ദേഹം മുഖേന പല ബൈഅത്തുകളും ഉണ്ടായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിൽ മറ്റുള്ളവരെ ബന്ധപ്പെടുന്ന ജോലി അദ്ദേഹം ചെയ്തിരുന്നു. കണക്കിലും അക്കൗണ്ടിലും സമർത്ഥനായിരുന്നു. അതുകൊണ്ട് അവിടങ്ങളിലെ ജമാഅത്തിന്റെ കണക്കുകളിൽ എനിക്ക് യാതൊരു ചിന്തയുമില്ലായിരുന്നു. കൂടാതെ എപ്പോഴെല്ലാം ഏതെങ്കിലും സുപ്രധാന കാര്യങ്ങൾക്കായി അല്ലെങ്കിൽ പരിഹാരത്തിനായി അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ വളരെ ഭംഗിയായി അദ്ദേഹം അത് നിർവഹിച്ചിരുന്നു. അധികവും ഇവിടെ വരാറുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ ക്ഷീണമാണ്, വിശ്രമിക്കാം എന്ന് കരുതാതെ പള്ളിയിലേക്ക് എത്തുമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ദിവസം അത്രയും പള്ളിയിൽ വന്ന് നമസ്കരിക്കുമായിരുന്നു. മസ്ജിദ് ഫദലിൽ. അതിനായി ഇവിടെ അടുത്തായി അദ്ദേഹം വീടും വാങ്ങിയിരുന്നു. സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ ഖിലാഫത്തിന്റെ സഹായികയിൽപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. യഥാർത്ഥ സുൽത്താൻ നസീറിന്റെ സാക്ഷ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ വിടവാങ്ങലിലൂടെ വലിയൊരു വിടവാണ് ഉണ്ടായിരിക്കുന്നത്. അള്ളാഹു ഇങ്ങനെയുള്ള തഖ്വയുള്ള സേവനം ചെയ്യുന്ന ജോലിക്കാരെ ഖിലാഫത്തിന് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ അള്ളാഹുവിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ള ലക്ഷക്കണക്കിന് സുൽത്താൻ നസീർമാരെ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു തന്റെ പ്രിയരുടെ അടുത്ത സ്ഥാനം നൽകട്ടെ. അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ ചരിത്രവും ജീവിത ചരിത്രവും വളരെ നീണ്ടതാണ്. അതറിയുന്നവർ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു UK ജമാഅത്തിനും അദ്ദേഹത്തെ പോലുള്ള നിസ്വാർത്ഥ സേവകരെ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകളെയും MCA ആയ ഒരു അറിയിപ്പ് നടത്തുന്നു. പ്രസരണം 1:25 മുതൽ 1:40 വരെ തടസ്സമുണ്ടായി, 20 മിനിറ്റോളം. അത് കാണാൻ സാധിക്കാത്തവർ റിപ്പീറ്റ് കാണേണ്ടതാണ്.